സംഭവിച്ചല്ലോ. കടുത്ത ദ്രോഹമാണ്, ഉഗ്രമായ നാഗകോപമാണ്. ഇത് കണ്ടു നിൽക്കാൻ അമ്മയെ കൊണ്ട് വയ്യ. തിരുമേനി ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അഹങ്കാരം കൊണ്ട് അതിരുവിട്ടത് നാഗദേവങ്ങളുടെ മുമ്പിലാ. ശിക്ഷ അനുഭവിച്ചേ തീരൂ. തിരുമേനി, ഞാൻ കാല് പിടിക്കാം. കാലിന്റെ വേദന കൂടിയപ്പോ അവളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയത്. ഏയ്, അതൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ശിക്ഷ എന്താന്ന് വെച്ചാൽ അനുഭവിച്ചേ തീരൂ. അനിയൻ സാറിനെ ഓർത്തെങ്കിലും ഒരു പരിഹാര പൂജയ്ക്ക് തയ്യാറാവണം. തിരുമേനി, അവളുടെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചതാ, സഹായിക്കണം. പ്രായച്ചിത്തം എന്താണെന്ന് നോക്കിയിട്ട് പൂജ കഴിക്കാം. നാളും പേരും അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അനിയൻ സാറ് എപ്പോഴും പൂജ കഴിപ്പിക്കുന്നല്ലേ. അമ്മ, ഇവിടെയുള്ളത് കൃഷ്ണയുടെ നാളും പേരുമല്ലേ? എങ്ങനെ തിരുത്തി പറയും? അത് സംശയിക്കില്ലേ? സാറിനോട് പറയില്ലേ? നിന്റെ കലി അടങ്ങിയോ? എനിക്ക് പേടിയാവുന്നുണ്ട്. പേടിച്ച് നീ ഇവിടെ കിടന്നങ്ങ് ചാവ്. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കും. ഇതിന് മാത്രമല്ല, ഇതിനു മുമ്പ് ചെയ്ത എല്ലാ തെറ്റുകൾക്കും. മനസ്സിലായോ നിനക്ക്?